എൻ്റെ ഹൃദയത്തിൽ സമാധാനം ഉണ്ടാകാനുള്ള കാരണം അവൻ എൻ്റെ ആവശ്യമെല്ലാം അറിയുന്നു എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം എൻ്റെ നന്മയ്ക്കായിട്ട് അവൻ രൂപാന്തരപ്പെടുത്തുന്നു. പിന്നെന്തിനാ ഞാൻ വിചാരപ്പെടുന്നു? എൻ്റെ കഴിവിനപ്പുറത്ത് അവൻ എന്നെ ഒരിക്കലും പരീക്ഷിക്കുകയില്ല. എനിക്കെതിരെ ഉയരുന്ന ഒരു ആയുധവും ഫലിക്കുകയില്ല. അത് വായിക്കുന്നത് യെശയ്യാവ് 54:17 വാക്യമാണ്. എത്ര അത്ഭുതകരമായ വാഗ്ദാനം! ഈ ഭൂമിയിലുള്ള ജീവിതത്തിൽ പൂർണ്ണ സമാധാനം. നാളെ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. ദൈവത്തിന് അതറിയാം. അതിനുവേണ്ടി അവൻ കരുതിയിട്ടുണ്ട്. നിശ്ചയമായിട്ടും അതെനിക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറത്തായിരിക്കുകയില്ല. അതിൻ്റെ ഭാരം എത്രയാണോ അതിനനുസരിച്ചുള്ള കൃപ അവൻ എനിക്ക് തരും. അതുകൊണ്ടാണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് പൂർണ്ണ സമാധാനമുള്ളത്. അതുപോലെ ആളുകളോടുള്ള ബന്ധത്തിലും വചനം പറയുന്ന എല്ലാവരോടും സമാധാനം ആചരിക്കാനാണ്. അതിനർത്ഥം എനിക്ക് പറയാൻ കഴിയും, എൻ്റെ ജീവിതത്തിൽ ഒരു സമയത്ത് പോലും ഒരു മനുഷ്യനോട് പോലും എൻ്റെ ഹൃദയത്തിൽ കയ്പില്ല. നിങ്ങൾ ചിന്തിക്കുന്നു ഈ 76 വർഷം ആരും എന്നെ ഉപദ്രവിച്ചിട്ടില്ലെന്നും, നിങ്ങൾക്ക് 5 വയസ്സുള്ളപ്പോൾ തന്നെ ആളുകൾ നിങ്ങൾക്ക് ദ്രോഹം ചെയ്യും. എന്നാൽ ദൈവത്തിന് മുമ്പാകെ നിന്ന് എനിക്കിത് പറയാനായിട്ട് കഴിയും. എൻ്റെ മുഴുവൻ ജീവിതത്തിൽ ഒരു മനുഷ്യന് പോലും എനിക്ക് ഒരു ദ്രോഹം ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അവർ ചെയ്തതെല്ലാം എൻ്റെ നന്മയ്ക്കായിട്ട് തീർന്നു. എൻ്റെ നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കുന്നവരോട് ഞാൻ എന്ത് പറയും? നന്ദി. ആളുകൾ എനിക്ക് തിന്മ ചെയ്തും എൻ്റെ നന്മയ്ക്കായിട്ട് തീർന്നു. നന്ദി. ഒരാൾ എനിക്കൊരു തിന്മ ചെയ്യാൻ ആഗ്രഹിച്ചു, എന്നെ ജയിലിലേക്ക് അയക്കാനായിട്ട് ആളുകൾ ശ്രമിച്ചു. നന്ദി. അതും എൻ്റെ നന്മയ്ക്കായി. സകല മനുഷ്യരോടും സമാധാനം. ശുദ്ധമായ ഒരു മനസ്സാക്ഷിയോടെ ഞാൻ കടക്കയിലേക്ക് പോകുന്നു. ഈ മുഴുവൻ ലോകത്തിലും ആരോടും ഒരു പകയുമില്ലാതെ ദൈവം എന്നോട് ക്ഷമിച്ച പോലെ എല്ലാവരോടും ക്ഷമിച്ചുകൊണ്ട് സമാധാനമുള്ള നീതി, അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ്. ഈ നീതിയുടെ മറ്റൊരു വശം അത് സന്തോഷമാണ്. അസ്വസ്ഥത നിറഞ്ഞ ഗൗരവത്തിലുള്ള ഒരു നീതിയല്ല. സന്തോഷമുള്ളത് നമ്മുടെ ഹൃദയത്തിൽ എല്ലായ്പ്പോഴും. പരിശോധനകളുണ്ടാകാം. യേശുവിനെ വ്യസനപാത്രം ഒന്ന് വായിക്കുന്നു. നമുക്ക് വ്യസനങ്ങളുണ്ട്, നാം കരയുന്നവരാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ മരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നാം സ്വാഭാവികമായിട്ട് കരയും. എന്നാൽ ഹൃദയത്തിലെ സന്തോഷം പോകുന്നില്ല ഒരു സമയത്തും. നിങ്ങളിത് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയും. എന്നാൽ നിങ്ങൾ അന്വേഷിക്കണം. അന്വേഷിപ്പിൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും. നമ്മളിപ്പോൾ കേട്ട പോലെ ആ സഹോദരൻ പറഞ്ഞല്ലോ, ആ സമയത്ത് അദ്ദേഹം എങ്ങനെയാണ് സന്തോഷിച്ചതെന്ന്. അതാണ് സ്വർഗരാജ്യം എന്ന് പറയുന്നത്. സന്തോഷമുള്ള ഒരു നീതി, നീതി ചെയ്യുന്നതിൽ ഉള്ള സന്തോഷം. അതുകൊണ്ട് ഒരു പക്ഷെങ്കിൽ സാമ്പത്തിക നഷ്ടമുണ്ടായാലും മറ്റേതൊരു ഭൗതിക നഷ്ടവും സന്തോഷം. നിങ്ങൾക്ക് ഈ നീതി ഉണ്ടെങ്കിൽ, നീതിയെക്കുറിച്ചാണ് ഞാൻ സഭയിൽ സംസാരിക്കുന്നത്. നീതി അന്വേഷിക്കുന്ന പലരുമുണ്ട്. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയട്ടെ, ഹൃദയത്തിൽ സമാധാനമുള്ള ഒരു നീതിയല്ല നിനക്കുള്ളതെങ്കിൽ, മറ്റുള്ളവരോട് സമാധാനമില്ലെങ്കിൽ, വിചാരപ്പെട്ടുകൊണ്ടുള്ളൊരു നീതി, അത് പഴയ നിയമത്തിലുള്ള ഒരു നീതിയാണ്. അത് ശരിയായ നീതിയല്ല. നീ നിന്നെ വഞ്ചിക്കുകയാണ്. നിന്റെ നീതി കള്ളം പറയാത്തതും നികുതി കൊടുക്കുന്നതും കാര്യങ്ങൾ നേരെ ചെയ്യുന്നതും അല്ല. നിന്റെ ഹൃദയത്തിൽ സമാധാനമുണ്ടോ? എല്ലാ മനുഷ്യരോടും നിനക്ക് സമാധാനമുണ്ടോ? വിചാരങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടവനാണോ? അതാണ് പുതിയ നിയമത്തിലെ നീതി. രണ്ടാമത്, നിനക്ക് സന്തോഷമുണ്ടോ? ആഴ്ചയുടെ 7 ദിവസവും 24 മണിക്കൂർ നീ സന്തോഷിക്കുന്നവനാണോ? എപ്പോഴും എന്ന് പറഞ്ഞാൽ ആഴ്ചയുടെ 7 ദിവസവും 24 മണിക്കൂറും. നിങ്ങൾക്കറിയാം ഫിലിപ്പ് ലേഖനം 4:4. അവിടെ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഫിലിപ്പിയർ 4:4, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിക്കും. രണ്ടാമത് നിഘണ്ടുവിൽ നിങ്ങൾ നോക്കണം, എപ്പോഴും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ചിലർക്ക് എപ്പോഴും എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. അതിനർത്ഥം ആഴ്ചയുടെ 7 ദിവസവും 24 മണിക്കൂറും. അതാണ് പുതിയ നിയമത്തിലെ നീതി. നിങ്ങൾ പറയും അത് അസാധ്യമാണ്. നിന്റെ വിശ്വാസം പോലെ നിനക്കത് അസാധ്യമായിരിക്കും. കാരണം ദൈവത്തിൻ്റെ വചനം നീ വിശ്വസിക്കുന്നില്ല. നിന്നെക്കൊണ്ട് കഴിയുമോ ഇല്ലയോ എന്നുള്ളതല്ല ചോദ്യം പരിശുദ്ധാത്മാവ് ചെയ്യാൻ കഴിയുമോ എന്ന് വിശ്വസിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷവും, അതാണ് ദൈവരാജ്യം. ഈ ദൈവരാജ്യം ആദ്യം അന്വേഷിക്കുക. അത് സുവിശേഷീകരണമല്ല. വാടിയ മുഖവുമായി ആരുടെ അടുക്കലെങ്കിലും ചെന്നോ കർത്താവിനെ പറ്റി പറയുക. വാടിയ മുഖമായ ഒരാൾക്ക് ചെന്ന് നീ കർത്താവിനെ സ്വീകരിക്കുമെന്ന് ചോദിച്ചാൽ അവൻ പറയും, നന്ദി, ഇപ്പം തന്നെ എനിക്ക് ഒത്തിരി പ്രശ്നമുണ്ട്.
ഇവൻ്റെ മുഖത്തേക്ക് നോക്കുന്ന അവൻ ചിന്തിക്കും, ഈ കർത്താവിനെ സ്വീകരിക്കുന്നുണ്ടെന്താ കാര്യം. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും, അങ്ങനെ ആയിരിക്കണം അത്. എൻ്റെ സഹോദരീസന്മാരെ ഇത് അന്വേഷിക്കുക. പൂർണ്ണ ഹൃദയത്തോടെ ഇതാദ്യം അന്വേഷിക്കുക. നിങ്ങളുടെ മറ്റാവശ്യങ്ങളെല്ലാം, ഭൂമിയിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ട്, ഭൂമിയിൽ നമുക്കെല്ലാം ആവശ്യമുണ്ട്. നമുക്ക് വീട് വേണം, ജോലി വേണം, നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, 57 കൊല്ലം ഒരു വിശ്വാസിയായതിനു ശേഷം, സ്വന്തം കുടുംബത്തെ പരിപാലിച്ച ശേഷം, കർത്താവിനെ വിശ്വസിച്ച ശേഷം, 50 കൊല്ലം ഒരു പൂർണ്ണസമയ ശുശ്രൂഷകനായിരുന്നതിന് ശേഷം, എൻ്റെ ആവശ്യങ്ങൾ ആരോടും പറയാതിരുന്നിട്ടും, ഒരു മനുഷ്യനെ എൻ്റെ ആവശ്യങ്ങൾ അറിയിക്കാതെ, എല്ലാ മാസവും ഒരു വരുമാനമില്ലാതിരുന്നിട്ടും, ഈ വർഷങ്ങളിലെല്ലാം ദൈവം എൻ്റെ എല്ലാ ആവശ്യങ്ങളും നടത്തി തന്നു. നീ ദൈവരാജ്യമാണ് അന്വേഷിക്കുന്നെങ്കിൽ നീ ഒരിക്കലും ലജ്ജിച്ചു പോകാൻ ഞാൻ അനുവദിക്കില്ല. നിന്റെ ജീവിതം തന്നെ അതിനൊരു സാക്ഷ്യമായിരിക്കും. നിന്റെ ജീവിതത്തിൻ്റെ അവസാനം ഇപ്രകാരം ഒരു സാക്ഷ്യം നിനക്കുണ്ടായിരിക്കും. ദൈവരാജ്യം അന്വേഷിച്ച് ഞാൻ എൻ്റെ ജീവിതം ചെലവാക്കി. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാ ആവശ്യങ്ങളും നിറവേറ്റപ്പെട്ടു. അതായിരിക്കണം നമ്മുടെ സാക്ഷ്യം. അങ്ങനെ നമ്മുടെ ജീവിതം സൂക്ഷ്മമായി പരിശോധിക്കുന്നവർക്ക് പറയാനായിട്ട് കഴിയണം, ഇവൻ്റെ ജീവിതം വിശദീകരിക്കാനായിട്ട് കഴിയില്ല. അവന് സ്വർഗത്തിലൊരു പിതാവുണ്ടെന്നുള്ള കാര്യം ഒഴികെ. നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം എന്നെയും നിന്നെയും കുറിച്ച് അങ്ങനെ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ എന്ത് ധാരണ മറ്റുള്ളവർക്ക് കൊടുത്തു എന്നല്ല, അതിനൊരു വിലയുമില്ല. എൻ്റെ സാക്ഷ്യം ഒന്നാമത് പിശാചിനോടാണ്. അവൻ എൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ, പിശാചെ നീ എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, പിശാചെ നിൻ്റെ മുമ്പിൽ ഞാനൊരു സാക്ഷിയാണ്. ഞാൻ മുമ്പേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചു. എൻ്റെ എല്ലാ ആവശ്യങ്ങളും അത് നിറവേറ്റപ്പെട്ടു. എൻ്റെ കുടുംബത്തിൻ്റെയും. നിനക്കത് മറ്റെല്ലാവരെക്കാളും കൂടുതൽ അറിയാം. നമ്മുടെ ഈ സാക്ഷ്യമാണ് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ സത്യമായിരിക്കട്ടെ. അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ ഈ കാലത്ത് ദൈവം ചെയ്യുന്ന അതാണ്. നുറക്കത്തിൻ്റെ സന്ദേശം, ക്രൂശ് എടുക്കുന്നതിനെ പറ്റി, സ്വയത്തിന് മരിക്കുന്നതിനെ പറ്റി, അതുപോലെ തന്നെ പുതിയ നിയമത്തിൻ്റെ ഈ നീതിയിൽ ജീവിക്കുന്നതിനെ പറ്റി അപ്പോസ്തലന്മാർ പ്രഘോഷിച്ച ആ മുഴുവൻ സത്യവും ദൈവം സാവകാശം പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർട്ടിൻ ലൂതറുടെ ആ കാലം മുതൽ നാം ജീവിക്കുന്ന ഈ സമയം വരെ എല്ലാം പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം ആ അവസാനത്തെ തലമുറയിലെത്തി. ഇനിയും യേശു വരും. യേശു പറഞ്ഞു, ഇതാ ഞാൻ വേഗം വരുന്നു. വെള്ളയുടുപ്പ് ധരിച്ചിരിക്കുന്നവർ ഭാഗ്യവാന്മാർ, കാരണം ആരും അവരുടെ നഗ്നത കാണുകയില്ല. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ, കർത്താവ് മടങ്ങി വരുമ്പോൾ 2 തരത്തിലുള്ള ആളുകളുണ്ടായിരിക്കും. 2 തരത്തിലുള്ള വിശ്വാസികൾ. ഒരു കൂട്ടം 1 യോഹന്നാൻ 2-ാം അധ്യായം 28-ാമത്തെ വാക്യം, കുഞ്ഞുങ്ങളെ അവനിൽ വസിപ്പീൻ, കാരണം അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവിടെ 2 കൂട്ടം ആളുകളുണ്ടായിരിക്കും. ധൈര്യമുള്ള ഒരു കൂട്ടർ, അതേ കർത്താവേ, അതുപോലെ തന്നെ ലജ്ജിച്ച് പിന്മാറുന്നവരുടെ മറ്റൊരു കൂട്ടം. കാരണം അവരുടെ ജീവിതത്തിൽ നിരപ്പ് പ്രാപിക്കാത്ത അനേക കാര്യങ്ങളുണ്ട്. നമുക്ക് അവസരങ്ങളുണ്ട്. കർത്താവിൻ്റെ മടങ്ങിവരവിന് വേണ്ടി ആളുകളെ തയ്യാറാക്കി നിർത്തുകയാണ് കോൺഫറൻസുകളുടെ ഉദ്ദേശം. അങ്ങനെ കർത്താവ് വരുമ്പോൾ നമുക്ക് പറയാൻ കഴിയും, കർത്താവേ, ഞാൻ തയ്യാറാണ്, ഞാൻ ലജ്ജിച്ച് പിന്മാറേണ്ട ആവശ്യമില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവെ, അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നത് ഞങ്ങളുടെ വെറും വാക്കുകളായിരിക്കരുതെന്ന് ഞങ്ങളങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. എന്നാൽ അത് സത്യമായിരിക്കട്ടെ. ഇവിടെയുള്ള എല്ലാവരും നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷമുള്ള ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ഇടവരുത്തണേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ.